അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം സ്വലാത്തുൽ ഗിനയെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. സ്വലാത്തുൽ ഗിന എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെ നിസ്കാരം എന്നാണ് അതിന്റെ അർത്ഥം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഔസ്വാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസലാസിൻ, എൻ്റെ ഖലീലായ എൻ്റെ നേതാവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 കാര്യം എനിക്ക് ഉപദേശിച്ചു, 3 കാര്യം എനിക്ക് വസിയത്ത് നൽകി. ഒന്നാമതായി എന്നോട് പറഞ്ഞു, സിയാമി സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലും 3 നോമ്പ് നീ പിടിക്കണം, 3 നോമ്പ് നീ അനുഷ്ഠിക്കണം. അതുപോലെ തന്നെ ളുഹ എന്നുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നീ നിർവഹിക്കണം. അതുപോലെ തന്നെ വിത്ർ നിസ്കാരം നീ പതിവാക്കണം. ഈ 3 കാര്യം നിന്റെ ജീവിതത്തിൽ നീ പതിവാക്കണം എന്ന് എൻ്റെ ഖലീലായ എൻ്റെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് വസിയത്ത് നൽകി. ഈ 3 കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പതിവാക്കാൻ പറഞ്ഞ ഒരു സുന്നത്ത് നിസ്കാരമാണ് സ്വലാത്തുൽ ളുഹ. വളരെയധികം മഹത്വമുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് സ്വലാത്തുൽ ളുഹ. സ്വലാത്തുൽ ളുഹയുടെ മഹത്വങ്ങൾ പറയുന്ന ധാരാളം ഹദീസുകൾ കിതാബുകളിൽ കാണാം. സ്വലാത്തുൽ ളുഹയുടെ മഹത്വം മഹാന്മാര് ഒരുപാട് അവിടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒരിക്കൽ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, മനുഷ്യനിക്ക് 360 സന്ധികളുണ്ട്. ആ 360 സന്ധികൾക്കും നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ സ്വതക്ക ചെയ്യണം. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, സാമ്പത്തികമായി വളരെ പിന്നിലാണ്, ഞങ്ങൾ ഒന്നുമില്ലാത്ത ആളുകളാണ്, ഞങ്ങൾ എങ്ങനെയാണ് സ്വതക്ക കൊടുക്കുക? 360 സ്വതക്ക ഓരോ ദിവസവും എങ്ങനെയാണ് ഞങ്ങൾ കൊടുക്കുക എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനിക്ക് പറഞ്ഞു കൊടുത്തു, യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദിക്കും സ്വതക, നിങ്ങളുടെ ഓരോ സന്ധികൾക്കും നിങ്ങൾ സ്വതക്ക ചെയ്യണം. വകുല്ലു തസ്ബീഹത്തിൻ സ്വതക, നിങ്ങൾ ചെയ്യുന്ന ഓരോ തസ്ബീഹും സ്വതക്കയാകുന്നു. വകുല്ലു തഹ്ലീലത്തിൻ സ്വതക, നിങ്ങൾ ചൊല്ലുന്ന തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സ്വതക്കയാണ്. വകുല്ലു തക്ബീറത്തിൻ സ്വതക, നിങ്ങൾ ചൊല്ലുന്ന തക്ബീർ അത് സ്വതക്കയാണ്. വഅംറിൻ ബിൽ മഅറൂഫി സ്വതക, നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും സ്വതക്കയാണ്. വനഹ്യുൻ അനിൽ മുൻകരി, എല്ലാ തിന്മയിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കൽ, അതിനെ വിരോധിക്കൽ, അതും സ്വതക്കയാണ്. വയുജ്സിഉ മിൻ ദാലിക, ഈ പറഞ്ഞ എല്ലാത്തിന്റെയും സ്ഥാനത്ത് നിൽക്കുന്നത് റക്അത്താനി 2 റക്അത്ത് നിസ്കാരമാണ്. യർകൗഹാ മിനൽ ളുഹ, ആ നിസ്കാരത്തിന്റെ പേരാണ് ളുഹ നിസ്കാരം. ഈ പറഞ്ഞ എല്ലാത്തിന്റെയും സ്ഥാനത്ത് നിൽക്കുന്ന 2 റക്അത്ത് നിസ്കാരം അത് ളുഹ നിസ്കാരമാണ്. ഓരോ മനുഷ്യന്റെയും 360 സന്ധികൾക്ക് ഓരോ ദിവസവും സദക്ക ചെയ്യണം. അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന, ആ സദക്ക ചെയ്തതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന 2 റക്അത്ത് നിസ്കാരമാണ് ളുഹ നിസ്കാരം. അത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണം. ളുഹ നിസ്കാരം 2 റക്അത്ത് മുതൽ 8 റക്അത്ത് വരെ അത് നിർവഹിക്കാം. സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽക്ക് ളുഹർ വരെയാണ് അതിന്റെ സമയം. വളരെയധികം മഹത്വമുള്ള ഒരു നിസ്കാരമാണ്. അതുകൊണ്ടാണ് സ്വലാത്തുൽ ളുഹക്ക് സ്വലാത്തുൽ ഗിന, സമ്പന്നതയുടെ നിസ്കാരം, ഗിനയുടെ നിസ്കാരം, ഐശ്വര്യത്തിന്റെ നിസ്കാരം എന്ന് പറയാനുള്ള കാരണം. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സ്വല്ലൽ ഗദാത ഫീ ജമാഅത്തിൻ, ആരെങ്കിലും ഒരാൾ സുബ്ഹ് നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചു, സുമ്മ ഖഅദ, എന്നിട്ട് അതേ സ്ഥലത്ത് ഇരുന്നു, യദ്കുറുല്ലാഹു അത്താ തത്ലു അശ്ശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിലായി കഴിഞ്ഞുകൂടി,
സുമ്മ സ്വല്ലാ റക്അത്തൈനി, എന്നിട്ട് 2 റക്അത്ത് ളുഹാ നിസ്കാരം നിർവഹിച്ചു. കാനത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വഉംറ താമത്തിൻ താമത്തിൻ താമ, അവന്റെ പ്രതിഫലം, അവനിക്ക് അല്ലാഹു കൊടുക്കുന്ന സവാബ്, കൂലി പൂർണ്ണമായ ഹജ്ജും ഉംറയും ചെയ്തതിന്റെ പ്രതിഫലമാണ്. ഇവിടെ 3 പ്രാവശ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് താമത്തിൻ താമത്തിൻ താമത്തിൻ, പൂർണ്ണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണ്. സുബ്ഹ് നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നതുവരെ ദിക്റിൽ കഴിഞ്ഞുകൂടി അതിന്റെ ശേഷം 2 റക്അത്ത് ളുഹാ നിസ്കരിച്ചാൽ പൂർണ്ണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വളരെയധികം മഹത്വമുള്ള 2 റക്അത്ത് നിസ്കാരമാണ് ളുഹാ നിസ്കാരം. 8 റക്അത്ത് വരെ അത് നിർവഹിക്കാം. ചുരുങ്ങിയത് 2 റക്അത്ത് നിർവഹിക്കാൻ നാം സമയം കണ്ടെത്തണം. ളുഹാ നിസ്കാരം പതിവാക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഐശ്വര്യം കടന്നു വരും, ഐശ്വര്യമുണ്ടാകും, ഒരിക്കലും ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകൂല എന്നാണ് മഹാന്മാര് ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് അവിടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ളുഹാ നിസ്കാരം നിർവഹിക്കാൻ നാം സമയം കണ്ടെത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.